നമസ്കാരം. ഇന്ന് ലേക്ക് സൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാറിലേക്കുള്ളൊരു റോഡ് ട്രിപ്പാണ്. ഓഫ് റോഡ് ട്രിപ്പ് എന്നും കൂടി പറയാം. അതിൽ കൂടുതലും വീഡിയോ എടുത്തിരിക്കുന്നത് ബൈക്കിൻ്റെ പുറകെ ഇരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഷെയ്ക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണും. സബ്സ്ക്രൈബ് ചെയ്യും. തലേ എന്നല്ല കൊഴിഞ്ഞ വീതിയിലൂടെ ഒഴിഞ്ഞ വീതികളിലൂടെ രാത്രി ഞങ്ങൾ കുഴഞ്ഞ് നടന്ന് വരികയും ഭയങ്കര ക്ഷീണമായിരുന്നു. 6 മണിക്കൂറോളമായിരുന്നു ബൈക്ക് യാത്രയായിരുന്നു. ഇവിടെ നേരെ റൂമിലേക്ക് പോയിരുന്നു. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഏകദേശം ഞങ്ങളോർത്ത് മൈനസാണ്. ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും നേരെ റൂമിലേക്ക് തന്നെ ഓടി കയറിയായിരുന്നു. ഒന്ന് ഫ്രഷാകണം. ചെറിയൊരു ഹോം സ്റ്റേ ആണ്. ഏകദേശം ഒരു 10 റൂമോളം ഉണ്ട് ഹോം സ്റ്റേയിൽ. പിന്നെ നമുക്ക് അവിടെ താമസിക്കാൻ എല്ലാ സൗകര്യവും, ഹീറ്റർ കാര്യങ്ങളും, ബാത്റൂമൊക്കെ ഒരു സാധാരണ ബാത്റൂം, വലിയ ലക്ഷറി ഒന്നുമില്ല, കുഴപ്പമില്ല, ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം. നമ്മൾ മൂന്നാർ എത്തി. ഇന്നലെ ഒരു രാത്രി 12:30-1 മണിക്കടുത്തായപ്പോൾ നമ്മളിവിടെ എത്തി. രാവിലെ എണീറ്റ് ഒന്ന് വെറുതെ പുറത്ത് സൈറ്റ് സീയിങ് വാക്കിങ്ങിനെ പോകണം. അവിടുത്തെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൂമിന്റെ വെളിയിലേക്ക് പോയി. എടാ ആരും നടക്കാൻ പോയെന്നൊക്കെ പറഞ്ഞ വാ കമ. കൂടെ വന്ന ഫ്രണ്ട്സാണ്. ഫുള്ള് ഏലം തോട്ടമാണ് ഈ കാണുന്നത്. ഏലം തോട്ടം സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾ താമസിക്കുന്ന റിസോർട്ടിന്റെ മുകൾ വശമാണ്. ഒരു മലമുകളിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. നമ്മൾ മൂന്നാറിനോട് ഇവിടെ പറയാണ്. ഹിവൽസി ഹിൽസ് എന്നും പറഞ്ഞ മൂന്നാർ റിസോർട്ടിലായിരുന്നു നമ്മൾ ഫുള്ള്. ഇതാണ് നമ്മുടെ ചേട്ടൻ സഖാവാണ്. നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ട്രിപ്പാണ്. ആ ട്രിപ്പ് രാത്രി ഹോം സ്റ്റേയിൽ വന്നിട്ട് രാവിലെ മൂന്നാർ ഫുള്ള് വന്ന് കറങ്ങുക. അത് മാക്സിമം ഒരു പ്രകൃതി രമണീയത ഉള്ള ഒരു സ്ഥലങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നൊരു ഓഫ് റോഡ് വഴിയാണ്. നേരെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മളൊരു ഉച്ചയായപ്പോൾ ഇറങ്ങി. ഇന്നലെ വെളുപ്പിനായപ്പോൾ നമ്മൾ വരികയും ചെയ്തു. ഫുഡൊക്കെ അവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്തു. ഫുള്ളും ഏലക്കാത്തോട്ടവും തേയിലക്കാടുകളുമാണ്. സഞ്ചാരത്തിന് നമ്മുടെ ജോർജ് ചേട്ടൻ പറയുന്ന പോലെ ഫുള്ളും അമ്പര ചുംബരികൾ നിറഞ്ഞ കെട്ടിടങ്ങളല്ല, മലനിരകളാണ്. സുന്ദരമായ കാഴ്ചകൾ, കണ്ണിന് കുളിർമ. നമ്മൾ ഒരു ദിവസമൊക്കെ എപ്പോഴും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണ് ഏറ്റവും സൂപ്പർ ലൈഫിൽ.
ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തു. എങ്ങനെയുണ്ടെന്ന് നോക്കിയും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭയങ്കര കട്ട് ഓഫ് റോഡ് സ്ഥലമാണ്. ഇവിടെ നേരെ നമ്മൾ കയറി ചെല്ലുന്നത് മൂന്നാർ ടൗണിലേക്കാണ്. ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു 6 കിലോമീറ്റർ ഓഫ് റോഡാണ്, കട്ട് ഓഫ് റോഡാണ്. പക്ഷെ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വരേണ്ട തന്നെ ഈ സ്ഥലം. അവിടെ നിന്ന് നേരെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകും. നീലക്കുറിഞ്ഞിയൊക്കെ പൂത്തിട്ടുണ്ടോ എന്ന് നമുക്ക് പോയി കാണാം. വരയാടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക്. ഏകദേശം ഒരാൾക്ക് 150 രൂപയോളം ടിക്കറ്റ് ചാർജാണ് ഞങ്ങൾ തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ മലനിരകളൊക്കെ കാണുന്നത് ഭയങ്കര രസമാണ്. കാണാൻ തന്നെ ഫുള്ളും പച്ചപ്പും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ഓറഞ്ച് മരങ്ങളുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഓറഞ്ച് മരങ്ങളാണ് ആ നിൽക്കുന്നത്. ഇവിടെ തോറുന്നു നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പോയി വളവും തിരിവും ഒക്കെ ഉള്ളത് പോലെ നമ്മൾ ഈ അടുത്തേക്ക് ഒരു 5 ബൈക്കിലാണ് പോകുന്നത്. 3 ബൈക്ക് 2 ഇതിൻ്റെ വീഡിയോ ഒക്കെ പിടിക്കുന്നത് നമ്മുടെ സഹോദരി നല്ല രീതിയിൽ തന്നെ അവളത് ക്യാപ്ചർ ചെയ്യാൻ. പിന്നെ ഈ നിങ്ങൾ സഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഴി പള്ളിവാസലിൻ്റെ ഒരു ഡാമിലേക്കാണ്, ചെറിയ ഡാം തടയണം. വെള്ളം കിട്ടുന്നത് നമ്മളെ വൈദ്യുതി തടയണ പോലെ വെള്ളം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. അതിനോട് ചുറ്റപ്പെട്ട് തന്നെയാണ് ഈ ഒരു പാർക്ക് പോലെ ഇവർ അലങ്കരിച്ച് പൂക്കളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഒരു ഗാർഡൻ, ഒരു കൂളായിട്ടുള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, കൂളായിട്ടിരിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഒരു പാർക്കാണ് സംഭവം കറക്റ്റായിട്ട് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇരവികുളത്തേക്ക് തന്നെ പോയി ഒറ്റ ഇരിപ്പിൽ തന്നെ ഒറ്റ ഓട്ടം. ഏകദേശം ഞങ്ങൾ 6 മണിക്കൂറോളം എടുത്ത് ഇന്നലെ രാത്രി ഹോം സ്റ്റേയിലെത്താൻ വേണ്ടി. ഒരു 12:30 പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഏകദേശം ഒരു 2:30 അടുത്തായി നമ്മൾ നൈറ്റ് കിടന്നപ്പോൾ. ഇതിന് രാവിലെ എല്ലാവരും 9-10 മണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ടൗണിൻ്റെ പറ്റ അടുത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ വേണമെങ്കിൽ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് കയറി. ഒരു ടൗണിലേക്ക് കയറാൻ പോകും 2.5 കിലോമീറ്റർ സ്റ്റാർട്ടിങ് ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക്. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് ടീ ഫാക്ടറി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഭയങ്കര ഷോപ്പിങ്ങിനെ പറ്റി വരുന്നു. കൊറോണ കാര്യങ്ങളായതുകൊണ്ട് എല്ലാവരും അവർക്കൊക്കെ ഭയങ്കര കച്ചവടം കുറവാണ്. തിരക്കൊന്നും വളരെ ഇല്ല. ഞങ്ങൾ പിന്നെ അധികം ടൗണിലൊന്നും നിൽക്കാൻ ശ്രമിക്കില്ല. ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് നമ്മൾ പോകാൻ ശ്രമിച്ചു. കുറേ നാളായി ലേക്ക് സൈഡിൽ ഒരു ട്രാവൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി. അങ്ങനെ ആ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് തരാൻ സാധിച്ചു. നിങ്ങൾ നോക്കി എന്ത് രസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമായിട്ടുള്ള അവിടുത്തെ കാലാവസ്ഥ തന്നെ ഭയങ്കര നമ്മളൊരു ദിവസമൊക്കെ അവിടെ നിന്ന് വർഷത്തിലൊരു ദിവസം നമ്മൾ ഇതേപോലെ പ്രദേശങ്ങളിൽ പോയി നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടും. അപ്പം നിങ്ങൾക്ക് നേരെ കാണാൻ സാധിക്കും. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മലയാണ്. അവിടെ നമ്മൾ നേരെ കൊണ്ടുവന്ന ജീപ്പിലാണ് നാഷണൽ പാർക്ക്. 150 രൂപയാണ് പെർ പേഴ്സൺ. എല്ലാവരും ബൈക്കിലാണ്. നേരെ കാണുന്ന മലയാണ്. ആ മലയുടെ പക്കത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ കേട്ടിട്ടുള്ള പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇരവികുളം നാഷണൽ പാർക്ക് പോകുന്നത്. മൂന്നാറിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു.
ഒരു ട്രാവൽ ആയിട്ട് ബൈക്ക് ഇപ്പം 2ാം തവണ. ഇവിടെ ഞങ്ങൾ അന്നേരം ഇവിടെ എത്തിയപ്പോൾ ഒരു 4 മണി കഴിഞ്ഞ്. പെരിയകുളം നാഷണൽ പാർക്കിൽ 4 മണി വരെ ഉണ്ടായിരുന്നു. നാഷണൽ പാർക്കിൽ കയറാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു. നേരെ അവിടെ ഒരു സൂപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് റോഡിൽ കൂടി തന്നെ നമുക്ക് കാണാൻ സെറ്റപ്പുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് ഒരു ടീ ഫാക്ടറിയാണ്. അവിടെ ഭയങ്കര വില കുറവാണ് തേയിലക്കും. മറ്റേ ഹോം സ്റ്റേയിൽ ഇവിടത്തോളം എത്താൻ തന്നെ ഏകദേശം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറോളം എടുത്തു. എനിക്ക് മേഘങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലെവലിൽ തന്നെ കാണാൻ പറ്റും. എനിക്ക് ആ മുട്ടക്കുന്നൊക്കെ സൂര്യപ്രകാശമൊക്കെ അടിച്ച് നല്ല പച്ച കളറായിട്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡാണ് പറയുന്നത്, സൂപ്പർ റോഡാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ സൈഡ് എഡ്ജായിട്ടുള്ള കുറേ ഏരിയകളുണ്ട്, അവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് പോകണം. റോഡെന്ന് പറഞ്ഞാൽ സൂപ്പർ റോഡാണ്. ഈ മണ്ണിടിച്ചിലും ഈ മഴയുടെയൊക്കെയാണ് തോന്നുന്നു. വേറെ ഗട്ടറും കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡ് മാത്രം എഡ്ജ് എപ്പോഴും ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കും. പിന്നെ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട്. കഴിവതും ശ്രദ്ധിച്ച് പോകും. വളരെ സ്പീഡൊന്നും അതിൽ വെച്ചിട്ട് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് പോകും ട്രിപ്പെന്നാണ്. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ നമ്മൾ കാണുന്നതെല്ലാം നമ്മളെ കണ്ണിൽ പതിപ്പിക്കണം എന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച ബോറിങ് ലാഗാക്കാൻ എന്നതിനെ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഏരിയയിലും നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയില്ല. അത് നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഇത് ഭയങ്കര ലാഗായിട്ടുണ്ടോ ഈ വീഡിയോ, ഇങ്ങനത്തെയാണ് നിങ്ങളുടെ സജഷൻസ് എല്ലാം ഇതിനകത്ത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് അടുത്ത വീഡിയോയിലും അടുത്ത ട്രാവൽ ബ്ലോഗിലും ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണി അടുത്താകാറായി. നല്ല തണുപ്പാണ്. ഞാൻ ഏകദേശം ഒരു ഷർട്ട്, അതിൻ്റെ പുറത്തൊരു ബെനി, അതിൻ്റെ പുറത്ത് തന്നെ ജാക്കറ്റ് ഇട്ടിരിക്കുന്നു. എന്നിട്ട് ഈ തണുപ്പ് ഭയങ്കരമായിട്ട് ഇരിക്കുന്നു. നമ്മുടെ കയ്യിലൊക്കെ അറിയാൻ പറ്റും. വണ്ടി ഓടിക്കുന്ന കൈ പിടിക്കുന്നവിടെ ഭയങ്കര തണുപ്പാണ്. ഡിസംബർ മാസമൊക്കെ ആണെങ്കിൽ പറയണ്ട, -ഡിഗ്രിയൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ഡിസംബർ മാസമൊക്കെ ഒന്ന് മൂന്നാർ പോകാൻ ശ്രമിക്കുക. അത് സ്പിൽവേ പൈപ്പ് എന്ന് പറയും. അത് വെള്ളം അടുത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നൊരു പൈപ്പാണ്. ഫുള്ളും തേക്കും ഇതൊക്കെയാണ് നിൽക്കുന്നത്. അടുത്ത മാസം തന്നെ ഞങ്ങൾ മൂന്നാർ വരുന്നുണ്ട്. അത് നേരെ ഞങ്ങൾ പോകുന്നത് ചിന്നാറാണ് പോകുന്നത്. അവിടെ ഒരു ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വണ്ടികൾ പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഗേൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് പോവുക. ശരിക്കും ശ്രദ്ധിച്ച് പോവുക. ഏതൊക്കെ രീതിയിൽ നമുക്ക് അപകടം വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം അവസാനിക്കുക, ശരിക്കും രാത്രിയായി. തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോകും. നന്ദി.